ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്തിമ കരാർ ചർച്ച ചെയ്യാനായി ഇറാനിൽ നിന്നുള്ള ഉന്നത പ്രതിനിധി സംഘം ഖത്തറിലെത്തി. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ കരാർ വ്യവസ്ഥകളിൽ സമവായമുണ്ടാക്കാനാണ് ശ്രമം. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റുന്നതും ചർച്ചയാകുമെന്നാണ് സൂചന. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമരത്തിന്റെ റിപ്പോർട്ട് കാണാം. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അതിനിർണായക ചർച്ചയ്ക്കാണ് ഇപ്പോൾ ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹ വേദിയാകുന്നത്. ഇറാനിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരാണ് ചർച്ചയ്ക്കായി എത്തിയിട്ടുള്ളത്. ഒന്ന്, ഇറാന്റെ സ്പീക്കർ, പാർലമെന്റിന്റെ സ്പീക്കർ, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ആള് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, മൂന്നാമത്തെ ആള് ഇറാൻ സെൻട്രൽ ബാങ്കിന്റെ മേധാവി ഹമാദി. ഇവർ 3 പേരാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു തീരുമാനം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കരാറിന്റെ വ്യവസ്ഥകൾക്ക് അന്തിമ രൂപം നൽകുക എന്നുള്ളതാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഒന്ന്, ഹോർമൂസ് ശാശ്വതമായിട്ട് തുറക്കാനുള്ള ഒരു തീരുമാനം. രണ്ടാമത്തെ തീരുമാനം, ഇറാന്റെ ഫണ്ട് മരവിപ്പിച്ചിട്ടുള്ളത് അത് വിട്ടുകൊടുക്കാനുള്ളത്. ആ ഫണ്ട് വിട്ടുകൊടുക്കുന്നത് തന്നെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ, അല്ലെങ്കിൽ ഖത്തർ നൽകുക, പിന്നീട് ഖത്തറിന് അമേരിക്ക ആ ഫണ്ട് നൽകുക, ആ വിധത്തിലുള്ള ചർച്ച. അതോടൊപ്പം തന്നെ ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം മറ്റെവിടേക്കെങ്കിലും മാറ്റുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇറാന്റെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റുന്നതിനെ കുറിച്ച് ഇതോടൊപ്പം തന്നെ ചൈനയിലും ചർച്ച നടക്കുന്നുണ്ട്. ഒന്നുകിൽ ചൈനയിലേക്കോ റഷ്യയിലേക്കോ ഈ യുറേനിയം മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഏതായാലും ഈ ചർച്ചകളിൽ ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഈ മേഖലയിൽ ഉണ്ടാകും. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഇപ്പോൾ ഏറ്റവും പ്രധാനമാണ്. ഈ ചർച്ചകളിൽ ഒരു ധാരണയിലെത്തിയാൽ കരാർ ഒപ്പിടുന്ന നടപടികളിലേക്ക് പോകും. അല്ല എങ്കിൽ മാത്രമായിരിക്കും മറ്റൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുക. ഏതായാലും ഖത്തറിലെ ചർച്ച ഇപ്പോൾ അത് നിർണായകമാണ്.